ഹായ്, കെ പി സ്വാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ഇത്തവണ നമ്മൾ സാമ്പത്തികമായിട്ടുള്ളൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും പണത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് അവർക്ക് വരുമാനമില്ലാത്തതല്ല, അവർ ചിലവാക്കുന്നിടത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സ്പെൻഡിങ് ഹാബിറ്റുകൾ നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല, അത് മുഴുവൻ പൊടിഞ്ഞു പോകാൻ കുറച്ച് കാലം മതി. ഹെൽത്തി സ്പെൻഡിങ് ഹാബിറ്റ് ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അസറ്റ് അക്വിസിഷൻ എന്നത്. അതായത് നമ്മൾ ആസ്തികൾ വാങ്ങുക. കാലം ചെല്ലുന്തോറും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള സംഗതികൾ കാശ് കൊടുത്തു വാങ്ങുക. അതുകൊണ്ടാണ് പലപ്പോഴും വീടുണ്ടാക്കുന്നതും കാറ് വാങ്ങുന്നതും ഒക്കെ നമുക്ക് പണച്ചിലവുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് അസറ്റ് അല്ല, അത് ലയബിലിറ്റിയാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള 5 അസറ്റുകൾ എന്താണെന്ന് നോക്കാം. ഒരു നല്ല അസറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കാലം ചെല്ലുന്തോറും വാല്യൂ കുറഞ്ഞു പോകാത്ത സാധനമായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏത് കാലത്തും അത് വിൽക്കാൻ സാധിക്കണം. അതായത് ഏത് കാലത്തും മാർക്കറ്റിൽ റെലവൻ്റ് ആയിട്ടുള്ള സാധനമായിരിക്കണം. മൂന്നാമത്തേത് സാധാരണ ആളുകൾക്കൊക്കെ ആക്സസിബിൾ ആയിട്ടുള്ള സാധനമായിരിക്കണം. ഒന്നാമത്തേത് ഭൂമിയാണ്. അതായത് നമ്മൾ സ്ഥലം വാങ്ങുക. സ്ഥലം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ലിമിറ്റഡ് സപ്ലൈ ഉള്ള സാധനമാണ് എന്നാണ്. അതായത് അൺലിമിറ്റഡ് ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലമൊന്നുമില്ല. ഭൂമിയിൽ എത്രത്തോളം കരയുണ്ടോ അത്രയൊക്കെ തന്നെ മനുഷ്യന് ഉപയോഗിക്കാനുള്ളൂ. എല്ലാ കാലത്തും റെലവൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ലാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വാങ്ങിയാൽ 10 കൊല്ലം കഴിഞ്ഞാൽ ആ ലാൻഡ് വാങ്ങാൻ ആളുണ്ടാകും, 15 കൊല്ലം കഴിഞ്ഞാൽ ലാൻഡ് വാങ്ങാനുണ്ടാകും. ലാൻഡിൻ്റെ കേസിൽ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് എന്നാണ്. അതായത് നമ്മൾ 10 സെൻറ്റ് സ്ഥലം വാങ്ങുമ്പോൾ ഈ 10 സെൻറ്റിന് എക്സാമ്പിൾ 10 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം ഒറ്റയടിക്ക് കൊടുക്കാനുള്ള ഒരാൾക്ക് മാത്രമേ നമുക്ക് വിൽക്കാൻ സാധിക്കുള്ളൂ. അതാണ് ലാൻഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡിൻ്റെ കേസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബോധം കൂടി വേണം. കാരണം മാർക്കറ്റ് ഡൗൺഫോളുകൾ ഉണ്ടാകുന്ന സമയത്തും ക്രൈസിസ് സിറ്റുവേഷൻസിലും ഈ അസറ്റിനെ നമുക്ക് മോണറ്റൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തേത് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റും ലാൻഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ലാൻഡിൽ സത്യം പറഞ്ഞാൽ ആ ഭൂമി മാത്രമേ ഉള്ളൂ. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തരം സ്പേസിനെയും നമുക്കതിൽ ഉൾപ്പെടുത്താം. അത് കടമുറികളായിരിക്കാം, വീടുകളായിരിക്കാം, ഫ്ലാറ്റുകളായിരിക്കാം, ഷോറൂമുകളായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. കാരണം നമ്മളൊരു നല്ല അർബൻ ഏരിയയിൽ നമുക്ക് ഇതുപോലൊരു സ്പേസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം. റെൻറ്റിങ് ഔട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അർബൻ ഏരിയകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റേബിളായ ഇൻകം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ലാൻഡ് പോലെയല്ല, റിയൽ എസ്റ്റേറ്റിൽ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഘടകമുണ്ട്. അതായത് നമുക്ക് ആ ഒരു സ്പേസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ചിലവുണ്ട്. ആ ചിലവ് കൂടി കണക്കാക്കിയിട്ട് നമുക്ക് മുതലാകുമോ എന്ന് നോക്കിയിട്ട് വേണം റിയൽ എസ്റ്റേറ്റിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ തരം അസറ്റ് എന്ന് പറയുന്നത് പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റലുകളും സ്റ്റോണുകളും ഒക്കെയാണ്. പലപ്പോഴും പ്രഷ്യസ് മെറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഗോൾഡാണ്. എപ്പോഴും ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു ഗോൾഡ് ബാർ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും മാറ്റാവുന്ന കൺവെർട്ടിബിൾ ആണ്. ഇനി ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഒക്കെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ചെറിയ അളവിലും വാങ്ങാൻ പറ്റും, വലിയ അളവിലും വാങ്ങാൻ പറ്റും. നമ്മൾ 10 പവൻ വാങ്ങിയെന്ന് വിചാരിക്കുക. ഈ 10 പവനിൽ 1 പവനായിട്ട് നമുക്ക് വിൽക്കാൻ സാധിക്കും. 1 പവനായിട്ട് നമുക്കൊരു ജ്വല്ലറി ആക്കി മാറ്റാൻ സാധിക്കും. 1 പവനായിട്ട് പണയം വെക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിൽ ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. അഥവാ നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ച് ഇതിനെ എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആർട്സും ക്രാഫ്റ്റ്സ്മാൻഷിപ്പുമാണ്. ഇത് പലപ്പോഴും ആളുകൾ ചിന്തിക്കാത്തൊരു മേഖലയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ പത്രങ്ങളൊക്കെ നമുക്ക് വാർത്തകൾ കാണാൻ സാധിക്കും. ചില ചിത്രങ്ങൾക്ക് ഇത്ര കോടി രൂപ ലേലത്തിൽ പോയി, അതുപോലെ ചില ശില്പങ്ങൾ ഇത്ര കോടി രൂപയ്ക്ക് ലേലത്തിൽ പോയി. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആർട്സിനും ക്രാഫ്റ്റ്സ്മാൻഷിപ്പിനുമൊക്കെ ആ ഇടുന്ന വിലയാണ്. അതിനൊരു മാർക്കറ്റ് റേറ്റ് അല്ല ഉള്ളത് എന്നാണ്. പലപ്പോഴും വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ശില്പങ്ങൾക്കും ചിത്രങ്ങൾക്കുമൊക്കെ പലപ്പോഴും ഇതിൻ്റെ ആവശ്യക്കാർക്കിടയിൽ ഹൈ ഡിമാൻഡാണ് ഉണ്ടാവുക. അതുകൊണ്ട് അത് പറയുന്ന വില കൊടുത്ത് വാങ്ങാൻ ആളുകളുണ്ടാവും എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെർട്ടായ ആളുകളുടെ ഒപ്പീനിയൻ എടുത്ത ശേഷം ഷെയർ പോർട്ട്ഫോളിയോ ആണ് ഉണ്ടാക്കേണ്ടത്. ഒരു കമ്പനി നഷ്ടത്തിലായാലും മറ്റേ കമ്പനി ലാഭത്തിലാകും എന്ന രീതിയിൽ ഒരു കൂട്ടം കമ്പനികളുടെ ഷെയറുകളെ ഒരുമിച്ച് വാങ്ങി ഒരു യൂണിറ്റാക്കി നിർത്തുന്നതിനെയാണ് ഷെയർ പോർട്ട്ഫോളിയോ എന്ന് ലളിതമായിട്ട് പറയാം. എപ്പോഴും മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന കമ്പനികളുണ്ട്. അത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് കാലങ്ങളെ അതിജീവിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതാണ് ഇൻ്റർനെറ്റ് ഇല്ലാത്ത പുതിയ കാലത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, വാഹനങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല, ഭക്ഷണമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരം കമ്പനികളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടത്തിൽ പോകാൻ സാധ്യത കുറവാണ്.
ഉണ്ടാക്കുന്ന പണത്തെ സേഫായിട്ട് ചിലവഴിക്കാൻ അറിയുക എന്നത് വലിയൊരു അറിവാണ്. അതിനേക്കാളേറെ അത് വലിയൊരു കലയാണ്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്ത്. പ്രിയപ്പെട്ട ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.